ഹാർട്ട് ബീറ്റ് ഓഫ് ക്യാമ്പസ്. രചന ശ്രീജ്യോതി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. തണുപ്പുള്ള ഒരു ജനുവരി മാസം. പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി നല്ലൊരു സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു നമ്മുടെ കഥാനായിക, അതായത് ഞാൻ. പെട്ടെന്നാണ് എന്റെ മുഖത്തേക്കാരോ വെള്ളമൊഴിച്ച് അയ്യോ സുനാമി എന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുന്നിൽ അതാ സാക്ഷാൽ പോരാളി. കയ്യിൽ ശൂന്യമായ പാത്രവും ഇടുപ്പിൽ കൈയും കുത്തി നിൽക്കുന്ന മാതാശ്രീയെ കണ്ടപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസമാണെന്ന ബോധമുണ്ട് നിനക്ക്? അമ്മയുടെ ഗർജനം കേട്ടത് ഞാനൊന്ന് ലിസ്റ്റ് കാണിച്ചു. പിന്നെ നോക്കിയില്ല, നേരെ ബാത്റൂമിലേക്ക് വിട്ടു. ആ, ഞാനാരെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് ലക്ഷ്മി, എല്ലാവരും ലച്ചു എന്ന് വിളിക്കും. അച്ഛൻ ഗോപാലൻ, അമ്മ സിന്ധു. പിന്നെ എനിക്കൊരു കുട്ടി പിശാച് അനിയത്തിയുണ്ട്, ശ്രീലക്ഷ്മി എന്ന ശ്രീ. അവൾ +2 ഇന്ന് എൻ്റെ ഡിഗ്രി ജീവിതത്തിലെ ആദ്യ ദിനമാണ്. സമയം കളയാതെ റെഡിയായി ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്ത് കോളേജിലേക്ക് പറന്നു. കോളേജ് ഗേറ്റിലെത്തിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. സീനിയേഴ്സ് പലയിടത്തായി താവളം അടിച്ചിട്ടുണ്ട്. ആരുടെയും കണ്ണിൽ പെടാതെ സ്കൂട്ടി ഒതുക്കി മുങ്ങാൻ നോക്കിയതായിരുന്നു ഞാൻ. പക്ഷെ പിന്നിൽ നിന്ന് വിളി വന്നു, എടീ അവിടെ നിൽക്ക്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബൈക്കിൽ 5 സീനിയർ ചേട്ടന്മാർ. 5 പേര് എന്നെ തന്നെ നോക്കിയിരിപ്പാണ്. പേടിച്ചു വരച്ച് ഞാൻ അവിടെ അടുത്തേക്ക് ചെന്നു. അതിലൊരാൾക്ക് അപ്പോൾ തന്നെ ഒരു ഫോൺ കോൾ വന്നു. അയാൾ ബൈക്കിൽ ചാരിന്ന് ഫോണിൽ മുഴുകി. ബാക്കി 4 പേര് എൻ്റെ പേരും ഡിപ്പാർട്ട്മെന്റൊക്കെ ചോദിച്ച് റാഗിങ് തുടങ്ങി. ഒടുവിലൊരു പാട്ടൊക്കെ പാടാൻ തുടങ്ങി. ഞാൻ പാടി. സത്യം പറഞ്ഞാൽ പാടിയായി കൊളവാക്കി. എങ്ങനെയൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ ബികോം ക്ലാസ്സിലേക്ക് ഓടി. ഞാൻ ക്ലാസ്സിൽ അവസാന ബെഞ്ചിൽ പോയിരുന്നു. പതുക്കെ ഓരോരുത്തരായി വന്നു തുടങ്ങി. എൻ്റെ ബെഞ്ചിൽ 3 പേർ വന്നിരുന്നു. ദേവു എന്ന ദേവിക, പാറു എന്ന വൈഷ്ണവി, പിന്നെ അമ്മു എന്ന അനക്ക. നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ 4 പേരും കട്ട ഫ്രണ്ട്സായി മാറി. ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി. ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ്. രാവിലെ തന്നെ നല്ലൊരു ചുവന്ന ചുരിദാറൊക്കെ ഇട്ട് ഞാൻ കോളേജിലെത്തി. പ്രിൻസിപ്പാളും HOD ഒക്കെ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജ് ഒഴിഞ്ഞതോടെ കളി സീനിയേഴ്സ് ഏറ്റെടുത്തു. ഓരോരുത്തരെയും സ്റ്റേജിലേക്ക് വിളിച്ച് ടാസ്കുകൾ കൊടുക്കാൻ തുടങ്ങി. ആദ്യം അമ്മുവിനെ വിളിച്ച് അവളൊരു തകർപ്പൻ ഡാൻസ് കളിച്ച് സ്റ്റേജ് ഇളക്കി. പിന്നെ പാറുവിനെയും ക്ലാസ്സിലെ ആൽബിനെയും വിളിച്ച് ഒരു കപ്പിൾ ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. പാറു ആകെ ടെൻഷനിലായിരുന്നു. അവൾ എന്നെ നോക്കിയപ്പോൾ ഞാൻ കണ്ണു ചിമ്മി ധൈര്യം കൊടുത്തു. അവർ 2 പേരും പാട്ടിനൊത്ത് നന്നായി ചുവട് വെച്ചു. അടുത്തത് ദേവുവിന്റെ ഊഴമായിരുന്നു. അവൾ പാടിയ പാട്ട് ഓഡിറ്റോറിയം മുഴുവൻ ഏറ്റെടുത്തു. ഒടുവിലാതെ എന്റെ പേര് വിളിക്കുന്നു. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതായിരുന്നു, ഓഡിറ്റോറിയത്തിലുള്ള ആരെങ്കിലും ഒരാളെ പ്രപ്പോസ് ചെയ്യുക. ഞാൻ സ്റ്റേജിൽ നിന്ന് ഓഡിറ്റോറിയം മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു. പെട്ടെന്നാണ് എൻ്റെ കണ്ണുകൾ അവിടെ ഫോൺ നോക്കി നിൽക്കുന്ന ആ ചേട്ടനിൽ ഉടക്കിയത്. ആദ്യ ദിവസം ബൈക്കിൽ ചാരിന്ന് ഫോൺ വിളിച്ച അതേ ആള്. ഞാൻ പതുക്കെ സ്റ്റേജിൽ നിന്നിറങ്ങി അയാളുടെ അടുത്തേക്ക് നടന്നു. ഓഡിറ്റോറിയം മുഴുവൻ ശ്വാസം അടക്കി നോക്കി നിൽക്കുകയാണ്. പുള്ളിക്കാരി ഇതൊന്നും അറിയാതെ ഫോണിൽ തന്നെ. ഞാൻ അയാളുടെ മുന്നിൽ ചെന്ന് കണ്ണുകളടച്ച് പറയാൻ തുടങ്ങി, ചേട്ടാ എനിക്കെങ്ങനെ പറയണമെന്നറിയില്ല. ചേട്ടൻ്റെ പേരോ ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സ്പാർക്ക് അടിച്ചു. ഐ ലവ് യു. ഞാൻ കണ്ണു തുറന്ന് എൻ്റെ കർണത്തൊരു പടക്കം പൊട്ടിയത് ഒന്നിച്ചായിരുന്നു. ആ ഒറ്റടിയിൽ ഞാൻ നിലത്ത് വീണുപോയി. ഓഡിറ്റോറിയം നിശബ്ദമായി. ദേവും പാറു ഓടി വന്നതിനെ എഴുന്നേൽപ്പിച്ചു. പ്രിൻസിപ്പാൾ ഉടനെ ആ ചേട്ടനോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പ്രിൻസിപ്പൾ വിളിക്കുന്നു എന്ന് പറഞ്ഞ് പ്യൂൺ വന്നു. ഞാൻ കൂട്ടുകാരെ നോക്കി ഒന്ന് ചിരിച്ച് ഓഫീസിലേക്ക് നടന്നു. പുറത്ത് ആദ്യ ദിവസം എന്നെ റാഗ് ചെയ്ത ചേട്ടന്മാർ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഉള്ളിലേക്ക് കയറി. അവിടെ ആ അടിച്ച ചേട്ടൻ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട്. പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് ഒരു പേപ്പർ നീട്ടി. കുട്ടി, ഇവനെതിരെ ഒരു പരാതി എഴുതരണം. കുട്ടിയെ കയ്യേറ്റം ചെയ്തതിന് ഇവനെതിരെ ആക്ഷൻ എടുക്കണം. ഞാൻ ആ ചേട്ടനെ നോക്കി. പുള്ളി ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ നിൽക്കുകയാണ്. ഞാൻ പ്രിൻസിപ്പളിനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് പരാതിയൊന്നുമില്ല സർ. അത് കേട്ട് ആ ചേട്ടനും HODയും പ്രിൻസിപ്പളും ഒരേപോലെ ഞെട്ടി. കുട്ടി എന്തായി പറയുന്നത്? നിന്നെ അടിച്ചല്ലേ ഇവൻ? പ്രിൻസിപ്പൾ ചോദിച്ചു. അതൊരു ടാസ്കിനിടയിൽ ഉണ്ടായതല്ലേ സർ, എനിക്കൊരു പരാതിയില്ല. അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ക്ലാസ്സിൽ പോയി ബാഗും എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. ആരോടൊന്നും മിണ്ടാൻ തോന്നിയില്ല. വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ചു. ആ അടി കിട്ടിയ ഭാഗത്ത് ഇപ്പോഴും ചെറിയ നീറ്റലുണ്ട്. രാത്രി ദേവ് വിളിച്ചപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന്. ലച്ചു, നീ ഓക്കെ അല്ലേ? അവളുടെ ശബ്ദത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു. ആ ദേവ്, കുഴപ്പമില്ല, ചെറിയൊരു വേദനയുണ്ട്, അത്രയേ ഉള്ളൂ. ലച്ചു, നീ പോയി കഴിഞ്ഞ് കുറച്ച് സീനിയർ ചേട്ടന്മാർ നിന്നെ തിരക്കി വന്നിരുന്നു. നീ പോയി എന്ന് പറഞ്ഞപ്പോൾ നാളെ വരുമ്പോൾ അവരൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതിന് ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രീ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നത്. വിശപ്പില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾ നിർബന്ധിച്ച് എന്നെ ഡൈനിങ് ടേബിൾ എത്തിച്ചു. തലവേദന മാറിയ മോളെ, ഇല്ലെങ്കിൽ നാളെ കോളേജിൽ പോകണ്ട, റെസ്റ്റ് എടുത്തോ. അമ്മയുടെ സ്നേഹത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ എനിക്കും തോന്നി നാളെ ഒന്ന് ലീവ് എടുക്കാമെന്ന്. ആ കരിപ്പൻ ചേട്ടനെ ഉടനെ ചെന്ന് കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. വാട്സാപ്പിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നാളെ ഞാൻ ലീവാണെന്ന് മെസ്സേജ് ഇട്ട് ഞാൻ വീണ്ടും പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി. പിറ്റേ ദിവസം വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചു. അടുത്ത ദിവസം കോളേജിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു ബിൽഡിങ്ങിന് മുന്നിലെ മുത്തശ്ശി മരത്തിന്റെ ചുവട്ടിൽ ആ 5 അംഗ സംഘം ഇരിപ്പുണ്ട്. ആ കലിപ്പൻ ചേട്ടൻ അക്കൂട്ടത്തിലുണ്ട്. ഞാൻ അവരെ ശ്രദ്ധിക്കാത്ത മട്ടിൽ വേഗം ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിലെത്തിയപ്പോൾ കണ്ടത് 3 കൂടി എന്തോ ഗൗരവമായ ചർച്ചയിലാണ്. എന്നെ കണ്ടത് അവർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ബെഞ്ചിലിരുത്തി. നീ എവിടെയായിരുന്നു ലച്ചു? ഞങ്ങൾ പേടിച്ചു പോയി. അവരുടെ സ്നേഹം കണ്ടപ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നി.
ഉച്ചയ്ക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ 4 പേരും കൂടി ക്യാൻറ്റീനിലേക്ക് പോയി. ചിരിച്ചും കളിച്ചും അവിടെ ഇരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ആ സീനിയർ ചേട്ടന്മാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അവരെ കണ്ടപ്പോൾ എൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ അവരുടെ പുറകിലായി ഫോൺ നോക്കി നടന്നു വരുന്ന ആളെ കണ്ടതും എൻ്റെ ആ ചിരി മാഞ്ഞുപോയി. അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. ആ അന്തരീക്ഷം തണുപ്പിക്കാനെന്നോണം അതിലൊരു ചേട്ടൻ ചോദിച്ചു, ലക്ഷ്മി, താനെന്താണെന്ന് ലീവാക്കിയത്? അതിന് മറുപടി കൊടുത്ത അമ്മുവായിരുന്നു. എന്ത് ചോദ്യ ചേട്ടാ ഇത്? ചേട്ടൻ്റെ ഈ പുന്നാര കൂട്ടുകാരെ അവിടെ കരണത്തടിച്ച് പൊട്ടിച്ചിട്ട് എന്തിനാ ലീവ് എടുത്തെന്നാണ് ചോദിക്കുന്നത്? അവളുടെ ശബ്ദത്തിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട എന്ന് കണ്ണു കാണിച്ചെങ്കിൽ അവൾ നിർത്തിയില്ല. ഞങ്ങൾ ലക്ഷ്മിയുടെ ഒരു സോറി പറയാനാണ് വന്നത്. വേറൊരു ചേട്ടൻ ശാന്തനായി പറഞ്ഞു. അതിന് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ നോക്കി തുടർന്നു. പിന്നെ ലക്ഷ്മി, ഒരുപാട് നന്ദിയുണ്ട്. എന്തിന്? ഞാൻ സംശയത്തോടെ ചോദിച്ചു. താൻ പരാതിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവനിപ്പോൾ ഈ കോളേജിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവനൊന്ന് പുറത്തായനെ. ഞാനൊന്നും മിണ്ടാതെ അവരെ നോക്കി. അപ്പോഴടിച്ച ചേട്ടൻ പഴയതുപോലെ ഫോണിൽ എന്തോ നോക്കിയിരിക്കുകയാണോ? എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ലക്ഷ്മി താനെന്തോന്നും മിണ്ടാത്ത? അവർ ചോദിച്ചു. ഞാൻ അവരെല്ലാവരെയും നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ പേരെന്താ? എന്റെ ചോദ്യം കേട്ട് അവർ പരസ്പരം നോക്കി ചിരിച്ചു. കോളേജിലെ പിള്ളേരൊക്കെ പേടിയോടെ നോക്കുന്ന ആ കലിപ്പന്മാർ ഓരോരുത്തരായി പരിചയപ്പെടുത്തി. അബി എന്ന അഭിനന്ദ്, അനി എന്ന അനിരുദ്ധ്, കിച്ചു എന്ന കൃഷ്ണ, ആഷി എന്ന ആശിഷ്, പിന്നെ ഇത് മാധവ് കണ്ണൻ എന്ന് വിളിക്കും. ആ തല്ലിപ്പള്ളിയെ നോക്കി അനിച്ചേട്ടൻ പറഞ്ഞു. അവൻ അപ്പോഴും എന്നെ നോക്കുപോലും ചെയ്യാതെ ഫോണിൽ തന്നെയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ബെല്ലടിച്ചാൽ ഞങ്ങൾ 9 പേരും ക്യാൻറ്റീനിൽ ഒത്തുചേരാൻ തുടങ്ങി. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ വലിയൊരു ഗ്യാങ്ങായി മാറി. ഞാൻ എല്ലാവരോടും സംസാരിക്കും, തമാശ പറയും. പക്ഷെ മാധവിനോട് മാത്രം ഞാൻ മിണ്ടാറില്ല. അവനെന്തെങ്കിലും ചോദിച്ചാൽ പോലും ഞാൻ കേട്ട ഭാവം നടിക്കില്ല. എങ്കിലും ഇടയ്ക്കിടെ അവൻ എന്നെ ശ്രദ്ധിക്കുന്ന ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കോളേജിലെ മറ്റു കുട്ടികൾക്ക് ഇതൊരു അത്ഭുതമായിരുന്നു. കലിപ്പന്മാരായ സീനിയർ ചേട്ടന്മാർ ഈ ഫ്രഷേഴ്സ് കുട്ടികളുമായി നടക്കുന്ന പലർക്കും ദഹിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കണ്ണുകളിൽ ഞങ്ങളുടെ അസൂയ പ്രകടമായിരുന്നു. ഒരു ദിവസം ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങളുമായി സ്റ്റാഫ് റൂമിലേക്ക് പോവുകയായിരുന്നു ഞാൻ. ധൃതിയിൽ നടക്കുന്നതിനിടയിൽ ആരോ വന്ന് എന്നെ ഇടിച്ചു. കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ നിലത്ത് ചിതറി വീണു. അയ്യോ സോറി എന്ന് പറഞ്ഞ് ഞാൻ കുനിഞ്ഞ് പുസ്തകങ്ങളെടുത്ത് മുഖമുയർത്തി നോക്കിയതും ഒരു നിമിഷം തറഞ്ഞുപോയി. മുന്നിൽ നിൽക്കുന്ന ആ സുന്ദരൻ ചേട്ടൻ ആ കാപ്പി നിറത്തിലുള്ള മിഴികളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഏതോ ലോകത്തെത്തിയ പോലെ തോന്നി. പെട്ടെന്ന് ബോധം വന്നപ്പോൾ ഒരിക്കൽ കൂടി സോറി പറഞ്ഞ് ഞാൻ വേഗം അവിടെ നിന്ന് മാറി. പിന്നീട് ഒരു ദിവസം ഞാൻ ലൈബ്രറിയിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുന്നിൽ നിന്ന് ഹായ് കേട്ടത്. ഞാൻ നോക്കിയപ്പോൾ അന്ന് എന്നെ ഇടിച്ച ചേട്ടനായിരുന്നു. ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. അങ്ങനെ വൈശാഖ് ചേട്ടനുമായി സംസാരിച്ചിരിക്കുമ്പോഴാണ് പാറുവും ദേവും അങ്ങോട്ട് വന്നത്. വൈശാഖ് ചേട്ടനെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനിടയിലാണ് കീച്ചു ചേട്ടനും അഭിച്ചേട്ടനും ആ വഴി പോകുന്ന കണ്ടത്. ഉടനെ വൈശാഖ് ചേട്ടനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവരുടെ പിന്നാലെ ക്യാൻറ്റീനിലേക്ക് ഓടി. ക്യാൻറ്റീനിൽ എല്ലാവരും കൂടി ചിരിച്ചു കളിച്ചിരിക്കുമ്പോൾ എൻ്റെ കണ്ണുടക്കിയത് കിച്ചു ചേട്ടൻ്റെ മുഖത്താണ്. ആളാരോടോ കണ്ണുകൊണ്ട് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നു. ആരെയാണ് ആളിങ്ങനെ നോക്കുന്നതെന്ന് അറിയാൻ ഞാൻ മെല്ലെ കണ്ണ് വായിച്ചപ്പോൾ കണ്ടത് അവിടെ ഇരുന്ന് വിയർക്കുന്ന നമ്മുടെ ദേവുവിനെയാണ്. ഞാനുടനെ പാറുവിനെയും അമ്മുനെയും തോണ്ടി അത് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ 3 പേരും കൂടി പ്ലാൻ ചെയ്ത് ദേവുവിനെ അവിടുന്ന് പൊക്കി നേരെ ക്ലാസ്സിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എത്ര നാളെ ഇത് തുടങ്ങിയിട്ട്? ഞാൻ ഗൗരവം നടി ചോദിച്ചു. ദേവു വിരലുകൾ കൊണ്ട് ഉരസി മടിച്ചു പറഞ്ഞു, 2 മാസമായി. ഓ, അപ്പൊ ഇത്രയും നാൾ ഞങ്ങൾ വിഡ്ഢികളാക്കിയിരുന്നു അല്ലേ? പാറു പരിഭവിച്ചു. ദേവു പാവം പോലെ മുഖം താഴ്ത്തി നിന്നു. ഞാൻ ബാക്കി 2 പേരെയും നോക്കി. ഇനി നിങ്ങൾക്കുണ്ടോ ഇതുപോലെയുള്ള രഹസ്യങ്ങൾ? പാറു ഇല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കിയത് അമ്മുവിന്റെ മുഖത്തായിരുന്നു. അവളിൽ നിന്നൊരു ശബ്ദം കേൾക്കാത്തതുകൊണ്ട് പാറുവും ദേവും കൂടി അവൾ നോക്കി. ഒരു കുറ്റം ചെയ്ത കുട്ടിയെ പോലെ തലതാഴ്ത്തി നിൽക്കുകയാണ് കക്ഷി. പറ അമ്മു, നിനക്കുണ്ടോ? പാറു ചോദിച്ചു. ഒടുവിൽ അമ്മു പറയാൻ തുടങ്ങി. അത് നമ്മുടെ ആഷിച്ചേട്ടനില്ലേ, ആളാ. ഞങ്ങൾ 3 പേരും ഞെട്ടിപ്പോയി. അമ്മു തുടർന്നു. അന്ന് ഞാൻ നിങ്ങളെ കാത്ത് പാർക്കിങ്ങിൽ നിൽക്കുമ്പോൾ ചേട്ടൻ അവിടെ വന്നു. നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സ്റ്റാഫ് റൂമിൽ പോയ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ആഷിച്ചേട്ടൻ പറഞ്ഞു, എന്നാൽ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണം, ഞാനും കൂടെ നിൽക്കാമെന്ന്. എന്നോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം ചേട്ടൻ പറഞ്ഞു. അമ്മു, നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായതാ. അന്ന് ഫ്രഷേഴ്സ് ഡേയിൽ നീ കളിച്ച ഡാൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരു മായാലോകത്ത് പെട്ട പോലെ തോന്നി എനിക്ക്. അന്ന് എന്നെ പറയണമെന്ന് വിചാരിച്ചാ. പക്ഷേ ലച്ചുവിനെയും കണ്ണെൻ്റെ ആ സീന് കാരണം പറയാൻ പറ്റിയില്ല. പിന്നെ നിന്നെ ഒറ്റയ്ക്ക് കിട്ടാറുമില്ല. മറുപടി ഇപ്പം പറയണ്ട, ആലോചിച്ച് പറഞ്ഞാൽ മതി. നിന്റെ മറുപടിക്കായിട്ട് ഞാൻ വെയിറ്റിംഗ് ആ. അമ്മു പറഞ്ഞു നിർത്തിയപ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കി. എന്നിട്ട് നീ മറുപടി കൊടുത്തോ? ഇല്ല. നിനക്ക് ചേട്ടന് ഇഷ്ടമാണോ എടി? പാറുവിന്റെ ചോദ്യത്തിന് അമ്മു നാണിച്ചുകൊണ്ട് അദ്ദേഹം തലയാട്ടി. ഞാൻ ദേവുവിനെ നേരെ തിരിഞ്ഞു. ഇനി നിന്റെ കഥ തുടങ്ങിക്കോ. ദേവൊന്ന് ചിരിച്ചു കാണിച്ച് പറയാൻ തുടങ്ങി. ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് നിന്നെ തിരക്കി ചേട്ടന്മാർ വന്നപ്പോൾ കിച്ചു ചേട്ടനെ കണ്ടപ്പോഴേ എനിക്ക് എന്തൊരു ഫീലിംഗ് തോന്നി. പിന്നീട് നമ്മൾ അവരായിട്ട് കമ്പനി ആയിപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം വന്നു. കിച്ചു ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞു. ആദ്യം മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് കിച്ചേട്ടൻ യെസ് പറഞ്ഞു. നിങ്ങളോട് പറയാൻ വരികയായിരുന്നു ഞാൻ, പക്ഷെ അതിനു മുമ്പ് നിങ്ങളെന്നെ പൊക്കി. അപ്പോഴാ പാറു എന്നെയും കൂടി ക്ലാസ്സിൻ്റെ പുറത്തേക്ക് പോയത്. എടി ലച്ചു, അവർക്ക് ചെറിയൊരു പണിയെടുക്കാം. നമ്മൾ ഇത്രയും ചോദിച്ചിട്ടല്ലേ അവർ സത്യം പറഞ്ഞ്.
അതുകൊണ്ട് കുറച്ചേരം രണ്ടും നമ്മുടെ പുറകെ നടക്കട്ടെ. പാറു ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയി ചായയും പഴംപൊരിയും ഓർഡർ ചെയ്തു. അമ്മുവും ദേവും വന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. പാവങ്ങൾ രണ്ടാളുടെയും മുഖം വാടി. കണ്ണു നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. വയറുപൊതി ചിരിച്ചുപോയി ഞങ്ങൾ. അവർ രണ്ടും ഞങ്ങളെ കൂർപ്പിച്ച് നോക്കി. ശരി, ഞങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി വാങ്ങി തന്നേ പറ്റൂ. ഞാൻ കണ്ടീഷൻ വെച്ചു. അവർ സന്തോഷത്തോടെ സമ്മതിച്ചു. ഞങ്ങൾ ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈശാഖ ചേട്ടൻ വീണ്ടും അങ്ങോട്ട് വന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൺപട അങ്ങോട്ട് വരുന്നത്. ചിരിച്ചുകൊണ്ട് വന്ന കണ്ണൻചേട്ടന്റെ മുഖം വൈശാഖ ചേട്ടനെ കണ്ടതും പെട്ടെന്ന് മാറി. വൈശാഖ ചേട്ടൻ ഉടനെ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അവർ തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. അവരും നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? കിച്ചേട്ടൻ ഗൗരവത്തിൽ ചോദിച്ചു. പാറുവന്ന് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ പഴയപടിയായി. ദേവുനെയും കിച്ചു ചേട്ടനെയും കളിയാക്കി ഞങ്ങൾ സമയം കളഞ്ഞു. അങ്ങനെ പഠിപ്പോടെയും കളിയാക്കലുമായി 1-ാം വർഷം തീർന്നു. ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയി. ജൂനിയേഴ്സ് വന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്നില്ല. ഞങ്ങൾ കിട്ടിയതുപോലെയുള്ള അത്യാവശ്യം നല്ല പണികൾ അവർക്കും കൊടുത്തു. പിന്നെ ജൂനിയേഴ്സിന്റെ ഫ്രഷേഴ്സ് ഡേക്ക് ഞങ്ങൾ പെൺപടയുടെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. ആൺപട കണ്ണുമിഴിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പൊളിച്ചെന്ന്. ഇതിനിടയിൽ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി അമ്മുവിനെ നിർബന്ധിച്ച് ആഷിച്ചേനോട് ഇഷ്ടം പറയിപ്പിച്ചു. ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ്ങിൽ 2 കമിതാക്കളുണ്ട്. ദേവും കിച്ചുവും പിന്നെ അമ്മുവും ആഷിയും. അവർ തങ്ങളുടെ പ്രണയം ആസ്വദിക്കുമ്പോൾ ഞാൻ മാത്രം പഴയ ലച്ചുവായി തന്നെ തുടർന്നു. മാധു ഇപ്പോഴും പഴയ കലിപ്പൻ തന്നെ. ഒരു ദിവസം മുത്തശ്ശി മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ അനിച്ചേട്ടൻ ഒരു അനൗൺസ്മെന്റ് നടത്തി. ഈ വരുന്ന സൺഡേ എല്ലാവരും എൻ്റെ വീട്ടിൽ വരണം. ഞങ്ങൾ പെൺപട എന്തിനെന്ന ഭാവത്തിൽ നോക്കി. ഇങ്ങനെ നോക്കണ്ട, എൻ്റെ ബർത്ത്ഡേ ആണ്, ചെറിയൊരു പാർട്ടി സെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വന്ന എൻ്റെ ഫാമിലിയെ പരിചയപ്പെടാം അനിച്ചേട്ടൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ആ സൺഡേ വന്നു. അനിച്ചേട്ടൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഞാനൊരു ബ്ലാക്ക് സെൽവാറൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി റെഡിയായി. പാറുവും ദേവും അമ്മുവും എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ 4 പേരും കൂടിയാണ് അനിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ ആൺപടമൊത്ത ഹാജരുണ്ട്. അനിച്ചേട്ടൻ ഞങ്ങളെല്ലാവരെയും വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അനിച്ചേട്ടൻ്റെ അമ്മയും അച്ഛനൊക്കെ നല്ല കമ്പനിയാണ്. ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ എൻ്റെ കണ്ണുകൾ ഒരാളെ തിരയുന്നുണ്ടായിരുന്നു. മാധു. ആളൊരു കറുത്ത ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് ഒരു സൈഡിൽ നിൽപ്പുണ്ട്. അത് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും ഞാനത് പുറത്ത് കാണിച്ചില്ല. ബാക്കിയുള്ളവരിടയ്ക്ക് ഞങ്ങളെ മാറി മാറി നോക്കി ചിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഞാൻ വരെ കൂർപ്പിച്ചെന്ന് നോക്കും. അപ്പോൾ സൈലന്റ് ആവും. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. സംഭവം കലിപ്പനാണെങ്കിലും ആ വേഷത്തിൽ ആളെ കാണാൻ നല്ല ലുക്കുണ്ടായിരുന്നെന്ന് സമ്മതിക്കാതെ വയ്യ. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും മുറ്റത്തിരിക്കുകയായിരുന്നു. കിച്ചു ആഷിയൊക്കെ തങ്ങളുടെ പ്രിയതമ്മയുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് മാധുവിനെ നോക്കുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോഴാണ് അനിച്ചേട്ടനൊരു പാട്ട് പാടാനെ നിർബന്ധിച്ച്. ലച്ചു, അന്ന് റാഗിങ്ങിൽ നീ പാടിയ പോലെ ഒന്നുകൂടെ പാടിക്കേ അഭിചേട്ടൻ കളിയാക്കി പറഞ്ഞു. ഞാൻ ഈ പ്രാവശ്യം നന്നായി പാടാൻ തുടങ്ങി. പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ മാധവിനെ നോക്കി. അവൻ അപ്പോഴും കണ്ണിമയ്ക്കാതെ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ കണ്ണുകളിൽ എന്തോ ഒരു തിളക്കം. പെട്ടെന്നാണ് അനിച്ചേട്ടൻ്റെ വീടിൻ്റെ ഗേറ്റ് കിടന്ന ഒരാൾ ബൈക്കിൽ വന്ന് നോക്കിയപ്പോൾ അത് വൈശാഖി ചേട്ടനായിരുന്നു. ആളെങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിച്ച് ഞാൻ അമ്പരം നിൽക്കുമ്പോൾ അനിച്ചേട്ടൻ പറഞ്ഞു, ആ വൈശാഖി, നീ എത്തിയോ, വായിരിക്കെ. വൈശാഖി ചേട്ടൻ അനിച്ചേട്ടനെയും കണ്ണൻ ചേട്ടനെയും കസിനാണെന്ന വിവരം അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. വൈശാഖി ചേട്ടൻ വന്ന് എൻ്റെ അടുത്തിരുന്ന് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇത് കണ്ടത് മാധവിൻ്റെ മുഖമാകെ ഇരുണ്ടു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ദേഷ്യത്തോടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കള ഭാഗത്തേക്ക് പോയപ്പോൾ ആരോ എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു സ്റ്റെയർ കേസിൻ്റെ താഴെയുള്ള ഇരുട്ടിലേക്ക് മാറ്റി നിർത്തി. ഞാൻ നോക്കിയപ്പോൾ മാധവാണ്. അവൻ്റെ ശ്വാസം എൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് അവനോട് ഇത്രയ്ക്ക് എന്താ സംസാരിക്കാനുള്ളത്? അവൻ പല്ലിറുമി ചോദിച്ചു. അതിന് ചേട്ടൻ എന്താ? വൈശാഖി ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ധൈര്യം സംഭരിച്ച് പറഞ്ഞു. ഫ്രണ്ട് മാത്രമാണോ? മാധവിൻ്റെ കയ്യിൽ പിടിമുറുക്കി. അതെ, ചേട്ടൻ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത്? അന്ന് എല്ലാവരെയും മുമ്പിൽ വെച്ച് തല്ലിയപ്പോൾ ദയൊന്നും കണ്ടില്ലല്ലോ. ഞാൻ പരിഭവിച്ചു. പെട്ടെന്ന് അവൻ്റെ മുഖത്തെ കലിപ്പ് മാറി. അവൻ എൻ്റെ കൈ വിട്ടിട്ട് പതുക്കെ പറഞ്ഞു, അന്ന് തല്ലിയതിന് ശേഷം എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല ലച്ചു. പ്രിൻസിയുടെ റൂമിൽ വെച്ച് പരാതിയില്ല നീ പറഞ്ഞ മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആദ്യമായി മാധവിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ ഞാനൊന്ന് തരിച്ചു പോയി. എൻ്റെ ഹൃദയം പടപടാൻ മിടിക്കാൻ തുടങ്ങി. ലച്ചു, അവൻ മേലെ വിളിച്ചു. ഞാനൊന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. വൈശാഖിൻ്റെ കൂടെ നിന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വരും. അതാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്നോട് ക്ഷമിക്കണം. മാധവിൻ്റെ ആ വാക്കുകൾ കേട്ട് എൻ്റെ ഉള്ളിലെ ദേഷ്യം അലിഞ്ഞില്ലാതെയായി. ആ കലിപ്പൻ ഇത്രയും പാവമായി സംസാരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഞാനൊന്നും മിണ്ടാ ആ മാധവിനെ തന്നെ നോക്കി നിന്നു. എന്താ ലച്ചൊന്നും മിണ്ടാത്ത? നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ? അവൻ്റെ ശബ്ദത്തിലൊരു പേടിയുണ്ടായിരുന്നു. ഞാനല്ല എന്ന് തലയാട്ടി. എന്നെ ശരിക്കും ഇഷ്ടമാണോ? അന്ന് അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിക്കുമ്പോൾ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു ചേട്ടാ? ഞാൻ അല്പം കുറുമ്പോടെ തിരിച്ചു ചോദിച്ചു. അവൻ പതുക്കെ തലതാഴ്ത്തി ചിരിച്ചു. അതൊരു നിമിഷത്തെ ദേഷ്യത്തിന് സംഭവിച്ചു പോയതാണോ? പിന്നെ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. നിന്നോട് പറയാൻ നോക്കുമ്പോഴൊക്കെ വൈശാഖ് അവിടെ ഹാജരുണ്ടാവും.
അപ്പോഴാണ് പുറത്തുനിന്ന് വൈശാഖ ചേട്ടന്റെ വിളിയെന്ന്. ലച്ചു, നീ എവിടെയാ? ഞാൻ പെട്ടെന്ന് മാറാൻ നോക്കിയെങ്കിലും മാധവ് വീണ്ടും എൻ്റെ കയ്യിൽ പിടിച്ചു. മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. എനിക്കറിയില്ല ഏട്ടാ, എനിക്ക് ചിന്തിക്കാൻ സമയം വേണം എന്ന് പറഞ്ഞ് ഞാൻ വേഗം അവിടെ നിന്ന് വലിഞ്ഞു. ഞാൻ പുറത്തു വന്നപ്പോൾ പാറുവും ദേവും എന്നെ കളിയാക്കുന്ന രീതിയിൽ നോക്കുന്നുണ്ട്. വൈശാഖ ചേട്ടൻ അടുത്തു വന്ന് പറഞ്ഞു, ലച്ചു, എനിക്ക് നിന്നോടൊരു കാര്യം തനിയെ സംസാരിക്കാനുണ്ട്. നമുക്ക് ആ മാവിൻ്റെ ചോട്ടിലേക്ക് പോവാം. ഞങ്ങൾ അങ്ങോട്ട് നടക്കുമ്പോൾ ദൂരെ നിന്നും മാധവ് കനൽ കണ്ണുകളോടെ നോക്കുന്ന ഞാൻ കണ്ടു. ലച്ചു, വൈശാഖ ചേട്ടൻ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് മാധവിനെ പണ്ടേ അറിയാം. ഞങ്ങൾ കസിൻസ് ആണെങ്കിലും ചില കാര്യങ്ങൾ ഞങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അവൻ കുറച്ച് ദേഷ്യക്കാരാണെന്ന് എനിക്കറിയാം. അവൻ നിന്നെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. ശല്യോ? ഇല്ലല്ലോ. ഞാനൊന്ന് ശങ്കിച്ചു. അല്ല, അവർ റാഗിങ്ങിനുള്ളിൽ നിന്നെ ഉപദ്രവിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെയുള്ള ഒരാളായിട്ട് നീ അധികം കൂട്ടുകൊണ്ടെന്നാ എൻ്റെ അഭിപ്രായം. വൈശാഖ ചേട്ടൻ്റെ സംസാരത്തിൽ മാധവിനോടുള്ള ഒരു തരം പക എനിക്ക് അനുഭവപ്പെട്ടു. മാധവ് പറഞ്ഞ പോലെ വൈശാഖ് വെറും ഒരു പാവമല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി. പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ എൻ്റെ മനസ്സാ കൺഫ്യൂഷനിലായിരുന്നു. മാധവ് പറഞ്ഞതിന് മറുപടി എന്ത് കൊടുക്കും? ഞാൻ അലമാര തുറന്ന ചുവന്ന ചുരിദാർ തന്നെ എടുത്തു. ഇഷ്ടമാണെന്ന് പറയാതെ പറയുന്ന പോലെ ആവട്ടെ എന്ന് കരുതി. കോളേജിലെത്തിയപ്പോൾ തന്നെ മുത്തശ്ശി മരത്തിന്റെ ചുവട്ടിൽ ആൺപട ഹാജരുണ്ട്. പക്ഷെ മാധവനെ അവിടെ കണ്ടില്ല. ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിൽ ചെന്നപ്പോൾ ദേവും പാറും അമ്മു എന്നെ വളഞ്ഞു. എടി, ഇന്നലെ അനിച്ചേന്റെ വീട്ടിൽ വെച്ച് ഇട്ടത് എന്തായിരുന്നു പരിപാടി? പാറു കണ്ണുരുട്ടി ചോദിച്ചു. ഞാനുണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. മാധവിന്റെ പ്രപ്പോസൽ കേട്ടപ്പോൾ മൂന്നും കൂടി ഒച്ചയിടാൻ തുടങ്ങി. ലച്ചു, കണ്ണൻ ചേട്ടൻ കലിപ്പനാണെങ്കിലും നിന്നെ ജീവനാണെന്ന് തോന്നുന്നു. വൈശാഖ ചേട്ടൻ പറഞ്ഞ് നീ അത്ര കാര്യമാക്കണ്ട, ദേവു അഭിപ്രായപ്പെട്ടു. ഉച്ചയ്ക്ക് ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ വൈശാഖ ചേട്ടൻ അങ്ങോട്ട് വന്നു. ലച്ചു, ഇന്നലെ ഞാൻ പറഞ്ഞ് നീ ആലോചിച്ചോ? മാധവിനെ വിശ്വസിക്കരുത്. അവൻ പണ്ടൊരു പെൺകുട്ടി ഇതുപോലെ. വൈശാഖ ചേട്ടൻ എന്തോ പറഞ്ഞു തുടങ്ങുന്നതിനിടയിൽ ആരുടെയൊക്കെ വൈശാഖിന്റെ കോളറിൽ മുറുകി. നോക്കിയപ്പോൾ കണ്ണു ചുവ നിൽക്കുന്ന മാധവ്. നിനക്കും മതിയായില്ലടാ. മാധവിന്റെ ശബ്ദം ഇറക്കുന്നുണ്ടായിരുന്നു. ലൈബ്രറിയിൽ ഉണ്ടായിരുന്നവരൊക്കെ ഞെട്ടിപ്പോയി. മാധവ് വിട്, ഞാൻ പേടിയോടെ പറഞ്ഞു. മാധവ് വൈശാഖിനെ തള്ളി മാറ്റിയിട്ട് എന്നെ നോക്കി. ലക്ഷ്മി, ഇവൻ നിന്നോട് എന്ത് നുണക്കഥയാണ് പറയുന്നത് എനിക്കറിയില്ല. ഇവൻ കാരണം എന്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ. മാധവ് പറഞ്ഞു പൂർത്തിയാക്കിയില്ല. അതിനുമുമ്പേ വൈശാഖിന്റെ ചവിട്ടിൽ മാധവ് വീണു. വൈശാഖ് അവിടുന്ന് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് നടന്നുപോയി. മാധവ് ദേഷ്യത്തോടെ ബിൽഡിങ്ങിന് പുറത്തേക്ക് പോയി. ഞാൻ അവന്റെ പുറകെ ഓടി. ഗ്രൗണ്ടിന്റെ അറ്റത്തുള്ള മരച്ചൂട്ടിൽ അവൻ തലക്ക് കൈ കൊടുത്തിരിക്കുകയായിരുന്നു. ചേട്ടാ, എന്താ ഉണ്ടായതെന്ന് പറ. ഞാൻ അവന്റെ അടുത്തിരുന്നു. മാധവ് പതുക്കെ പറഞ്ഞു തുടങ്ങി. ലച്ചു വൈശാഖിന്റെ കസിനാ. പക്ഷെ അവൻ എപ്പോഴും എന്നോട് പകയായിരുന്നു. പണ്ടെന്റെ ഒരു നല്ല സുഹൃത്തിനെ ഞങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവൻ ഇല്ലാതാക്കി. ഇപ്പൊ അവൻ നിന്നെ ഉപയോഗിച്ച് എന്നെ തർക്കാൻ നോക്കിയ, അല്ലാതെ അവന് നിന്നോട് യാതൊരു സ്നേഹമല്ല. മാധവിന്റെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്ന ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. ആ കലിപ്പന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു മുറിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. മാധവ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവന്റെ കയ്യിൽ പിടിച്ചു. അവൻ അത്ഭുതത്തോടെ എന്നെ നോക്കി. ചേട്ടൻ എന്നോടൊരു മറുപടി ചോദിച്ചില്ലേ? ഞാൻ മെല്ലെ പറഞ്ഞു. അവൻ ശ്വാസം അടക്കി പിടിച്ച് നിന്നു. അന്ന് ഫ്രഷേഴ്സ് ഡേയിൽ ഞാൻ തമാശക്കാണ് പ്രപ്പോസ് ചെയ്ത്. പക്ഷെ അന്ന് കിട്ടിയ അടിക്കൊരു പ്രത്യേക ഗുണമുണ്ടായിരുന്നു. എന്ത്? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് ആ കവിളിലൊരു നീറ്റിലുണ്ടായിരുന്നു. ഇപ്പം ആ നീറ്റിൽ എൻ്റെ നെഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. മാധവിന്റെ മുഖത്ത് വിരിഞ്ഞ ആ ചിരി, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. അവൻ പെട്ടെന്ന് എന്നെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് മരത്തിന്റെ പിന്നിൽ നിന്ന് കയ്യടി കേട്ടത്. നോക്കിയപ്പോൾ അബി, അനി, കിച്ചു, ആഷി, പിന്നെ നമ്മുടെ പെൺപടയും. കൊള്ളാൻ വെച്ചു, ഒടുവിൽ നീ ഞങ്ങളുടെ കളിപ്പിനെ വീഴ്ത്തിയല്ലേ? അനിച്ചേട്ടൻ ആർത്തി ചിരിച്ചു. മാധവും ഞാനും സെറ്റായതോടെ പാറു പഴയതുപോലെ അധികം സംസാരിക്കാതെയായി. അനിച്ചേട്ടൻ ഗ്രൂപ്പിൽ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ പാറു അത് മൈൻഡ് ചെയ്യാതിരിക്കും. ഒരു ദിവസം സ്കാനിൽ വെച്ച് അനിച്ചേട്ടൻ പാറുവിന് ഡയറി മിൽക്ക് നീട്ടുന്ന ഞാൻ കണ്ടു. ഇതെന്താ പാറു, നിനക്ക് മാത്രം സ്പെഷ്യൽ ട്രീറ്റ്? ഞാൻ കണ്ണുമിഴിച്ച് ചോദിച്ചു. അത് ലച്ചു, എനിക്ക് വയറുവേദനയാണെന്ന് അറിഞ്ഞപ്പോൾ ചേട്ടൻ വാങ്ങി തന്നാ. പാറു പരിങ്ങി. അമ്മുവും ദേവും എന്നെ നോക്കിയെന്ന് ചിരിച്ചു. സംഗതി എവിടെയോ പുകയുന്നുണ്ടെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഒരു ദിവസം കോളേജ് വിട്ടപ്പോൾ നല്ല കനത്ത മഴയായിരുന്നു. എൻ്റെ സ്കൂട്ടി പഞ്ചറായതുകൊണ്ട് ഞാൻ മാധവിൻ്റെ കൂടെ പോവാൻ നിൽക്കുകയാണ്. പാറു ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അനിച്ചേട്ടൻ എൻ്റെ ബുള്ളറ്റുമായി അവിടെ അടുത്തെത്തി. വൈഷ്ണവി, ഈ മഴയത്ത് ബസ് കിട്ടില്ല, വാ ഞാനാക്കി തരാം. പാറു ആദ്യമൊന്നും മടിച്ചെങ്കിലും അനിച്ചേട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ബുള്ളറ്റിന്റെ പിന്നിൽ കയറി. മഴ നനഞ്ഞ് അവർ പോകുന്ന നോക്കിയിരുന്നപ്പോൾ മാധവിന്റെ കാതിൽ മെല്ലെ പറഞ്ഞു. നീ ഇങ്ങനെ ആലോചിച്ചു, അവനവളെയും കൊണ്ട് പോയി. ഞാൻ കണ്ണൻ ചേട്ടനെ പുച്ഛിച്ച് ബൈക്കിൽ കയറി. അന്ന് രാത്രി പാറു എന്നെ വിളിച്ചു. ഫോണിൽ അവരുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ലച്ചു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്നെ കളിയാക്കരുത് കേട്ടോ. നീ കാര്യം പറയടി. ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. അന്ന് അനിച്ചേട്ടൻ്റെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ എല്ലാവരും തിരക്കിലായിരുന്ന സമയത്ത് ചേട്ടൻ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പാറു, ഈ ഗ്രൂപ്പിൽ എല്ലാവരും പെയറായി. നീ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ കൂടെ കൂടാൻ നിനക്ക് സമ്മതമാണോ എന്ന്. ഞാൻ ഞെട്ടി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല ലച്ചു. പക്ഷെ ഇന്ന് മഴയത്ത് ചേട്ടൻ്റെ കൂടെ ബുള്ളറ്റിൽ വരുമ്പോൾ ചേട്ടൻ്റെ കയ്യിൽ മെല്ലെ പിടിച്ചു.
അപ്പൊ എനിക്ക് മനസ്സിലായിടി എനിക്കും ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അടുത്ത ദിവസം കോളേജിലെത്തിയപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം അനിച്ചേട്ടനെയും പാറുവിനെയും ഒന്നിച്ച് മുത്തശ്ശി മരത്തിന്റെ ചുവട്ടിലേക്ക് വിളിപ്പിച്ചു. അഭിച്ചേട്ടൻ അനിച്ചേട്ടന്റെ തോൾ കൈയിട്ട് ചോദിച്ചു, എന്താടാ നീ ഞങ്ങളോട് പോലും പറയാതെ ഒരു സീക്രട്ട് മിഷൻ നടത്തിയെന്ന് കേട്ടല്ലോ. അനിച്ചേട്ടൻ പാറുവിനെ നോക്കി ചിരിച്ചു. പാറു നാണം കൊണ്ടാകെ ചുവന്ന് തുടുത്തു. അതേടാ, ഞങ്ങൾക്കിനി ഒളിച്ചു വെക്കാനൊന്നുമില്ല. പാറു ഇനി എൻ്റെ കൂടെ ഉണ്ടാവും ജീവിതകാലം മുഴുവൻ, അനിച്ചേട്ടൻ പ്രഖ്യാപിച്ചു. അനിച്ചേട്ടനും പാറും കൂടി സെറ്റായതോടെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ കോളേജിലെ പവർ കപ്പിൾസായി മാറി. പക്ഷെ ആ സന്തോഷത്തിനിടയിലും വൈശാഖിന്റെ ആ ചവിട്ടും അവന്റെ മുഖത്തെ പകയും എൻ്റെ ഉള്ളിലൊരു ഭയമായി കിടപ്പുണ്ടായിരുന്നു. മാധവ് ശാന്തനാണെങ്കിലും എന്തോ വലിയൊരു കൊടുങ്കാറ്റിനുമുള്ള ശാന്തത പോലെ എനിക്ക് തോന്നി. ഒരു ശനിയാഴ്ച വൈകുന്നേരം ലൈബ്രറിയിൽ നിന്ന് തനിയിറങ്ങിയായിരുന്നു ഞാൻ. മാധവ് എന്നൊരു സെമിനാറിനായി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു കറുത്ത കാറിന്റെ അരികിൽ വന്ന് നിന്നു. ഗ്ലാസ് താഴ്ന്നപ്പോൾ കണ്ടത് വൈശാഖിനെയാണ്. ലച്ചു, മാധവിനൊരു ആക്സിഡന്റ് പറ്റി. നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. വേഗം കയറി. വൈശാഖിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു വെപ്രാളം. ഒന്നും ആലോചിക്കാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല. മാധവിന്റെ പേര് കേട്ടതും എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്നായി. ഞാൻ വേഗം കാറിൽ കയറി. പക്ഷേ കാറ് സിറ്റിയിലെ ഹോസ്പിറ്റലിലേക്കല്ല, മറിച്ച് നഗരത്തിന് പുറത്തുള്ള വിജനമായ ഒരു ഗോഡൌണിലേക്കാണ് പോയത്. ഇതല്ലല്ലോ വഴി. വൈശാഖ് ചേട്ടാ, വണ്ടി നിർത്ത്. വൈശാഖ് വന്യമായി ചിരിച്ചു. മാധവിന് ഒന്നുമില്ല ലച്ചു, അവനെ തകർക്കാൻ നിന്നേക്കാൾ നല്ലൊരു ആയുധം വേറെയില്ല. എന്നെ ഒരു കസേരയിൽ കെട്ടിയിട്ട ശേഷം വൈശാഖ് മാധവിനെ വിളിച്ചു. മാധവ്, നിന്റെ പ്രാണൻ എൻ്റെ കയ്യിലുണ്ട്. പഴയ കണക്കുകൾ തീർക്കാൻ സമയമായി. തനിയെ വന്ന് നിനക്കുള്ള ജീവനോടെ കൊണ്ടുപോകാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. പുറത്ത് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു. മാധവ് വിയർത്ത് വിളിച്ച് കണ്ണുകളിൽ കത്തുന്ന ദേഷ്യവുമായി അവനുള്ളിലേക്ക് ഓടിക്കേറി. കൂടെ കിച്ചു, അബിയും ബാക്കിയെല്ലാവരും ഉണ്ടായിരുന്നു. വൈശാഖേ, അവളെ ഇട്ടേക്ക്. നിനക്ക് എന്നോടല്ലേ പക, അത് നമുക്ക് തീർക്കാം. മാധവ് പല്ലെറിമി. വൈശാഖിന്റെ കൂടെ കുറച്ച് വാടകഗുണ്ടകളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ വലിയൊരു അടിയും ഇടിയും നടന്നു. മാധവിന്റെ ഉള്ളിൽ ആ പഴയ കലിപ്പിനുണ്ടെന്ന നിമിഷമായിരുന്നു അത്. വൈശാഖിന്റെ ഓരോ ഇടിക്കും മാധവ് ശക്തമായി മറുപടി നൽകി. അടിയുടെ ഇടയിൽ മാധവിന്റെ തലയിൽ ഒരു കമ്പി കൊണ്ട് വൈശാഖ് അടിക്കാൻ നോക്കിയതും ഞാൻ നിലവിളിച്ചു. പക്ഷേ കിച്ചു ചേട്ടൻ കൃത്യസമയത്ത് വൈശാഖിനെ തടഞ്ഞു. വൈശാഖ് നിലത്തി വീണപ്പോൾ മാധവന്റെ കോൾ പിടിച്ചുയർത്തി. ഇനിയെങ്കിലും സത്യം പറഞ്ഞോടാ, പണ്ട് ആ പെൺകുട്ടിയെ ചതിച്ച നീയല്ലേ? എന്റെ തറയിൽ ആ കുറ്റം കെട്ടിവെച്ചല്ലേ നീ? അപ്പോഴാണ് ആ സത്യം പുറത്തു വന്ന്. വർഷങ്ങൾക്ക് മുമ്പ് മാധവിന്റെയും വൈശാഖിന്റെയും സുഹൃത്തായിരുന്ന പാർവതിയെ വൈശാഖ് പ്രണയം നടിച്ച് ചതിക്കാൻ നോക്കി. മാധവ് തടഞ്ഞു. വീട്ടുകാരെ കണ്ടപ്പോൾ വൈശാഖ് സ്വയം മുറിവേൽപ്പിച്ച് മാധവനാണ് അവൾ ഉപദ്രവിച്ചതെന്ന് വീട്ടുകാരെ വിശ്വസിപ്പിച്ചു. അതോടെയാണ് കുടുംബത്തിൽ മാധവ് ഒറ്റപ്പെട്ടതും വൈശാഖ് ഹീറോ ആയതും. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു. അനിച്ചേട്ടൻ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അനിച്ചേട്ടന്റെ അച്ഛൻ അവിടെ എത്തിയതോടെ വൈശാഖിന്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു. അവസാന പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി. വൈശാഖിനെ കുടുംബത്തിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്താക്കി. മാധവ് വീണ്ടും വീട്ടിലെ പ്രിയപ്പെട്ടവനായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പഴയ അതേ മുത്തശ്ശി മരത്തിന്റെ ചുവട്ടിൽ ഞങ്ങൾ 9 പേര് ഇരിക്കുകയായിരുന്നു. മാധവ് എന്റെ കയ്യിൽ മെല്ലെ പിടിച്ചു. നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു കിട്ടിയത്. താങ്ക് യു ലച്ചു. രംഗം ശാന്തമാക്കാൻ ഞാൻ പറഞ്ഞു. ഇന്ന് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് പോയാലോ? എൻ്റെ മാതാശ്രീയുടെ സ്പെഷ്യൽ പലഹാരങ്ങൾ കഴിക്കണ്ടേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ആർക്കും നോ പറയാൻ പറ്റിയില്ല. അങ്ങനെ ആൺപടയും പെൺപടയും കൂടി എൻ്റെ വീട്ടിലെത്തി. ഞങ്ങളെല്ലാവരും ഉമ്മർത്തിരുന്ന് വർത്തമാനം പറയുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അനിയത്തി ശ്രീലക്ഷ്മി ട്യൂഷൻ കഴിഞ്ഞ് അങ്ങോട്ട് വന്ന്. +2 പഠിക്കുന്ന അവളൊരു വൈറ്റ് ചുരിദാറൊക്കെ ഇട്ട് മുടി സൈഡിലേക്ക് മടഞ്ഞിട്ട് ആകെ ഒരു നാടൻ ലുക്കിലായിരുന്നു വന്നത്. അതുവരെ എല്ലാവരെയും കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്ന അഭിച്ചേട്ടൻ ശ്രീയെ കണ്ടതും പെട്ടെന്ന് സൈലന്റായി. ആളാകെ ഫ്രീസായതുപോലെ. ശ്രീ എല്ലാവരെയും നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് പോയി. ലച്ചു, അത് നിന്റെ അനിയത്തിയാണോ? അഭിച്ചേട്ടൻ പതുക്കെന്റെ ചെവിയിൽ ചോദിച്ചു. അതെ, എന്തേ? ഞാൻ സംശയത്തോടെ നോക്കി. അല്ല, നല്ല ഐശ്വര്യമുള്ള കുട്ടി. അഭിച്ചേട്ടൻ ആകാശത്തേക്ക് നോക്കിയൊന്ന് ഇടവീർപ്പെട്ടു. അത് കണ്ടത് മാധവൻ എന്നോട് കണ്ണു കാണിച്ചു. സംഗതി ആൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. അമ്മ ചായയും പലഹാരങ്ങളുമായി വന്നപ്പോൾ സഹായിക്കാൻ ശ്രീയും കൂടെ കൂടി. എല്ലാവർക്കും ചായ കൊടുക്കുന്നതിനിടയിൽ അഭിച്ചേട്ടന്റെ അടുത്തെത്തിയപ്പോൾ ആൾക്ക് ചായ ഗ്ലാസ് പിടിക്കാൻ ഒരു വിറയൽ. ചേട്ടന് ചായ മതിയോ അതോ വേറെന്തെങ്കിലും വേണോ? ശ്രീ നിഷ്കളങ്കമായി ചോദിച്ചു. എനിക്ക് നിന്റെ പേരറിഞ്ഞാൽ മതി. അഭിച്ചേട്ടൻ പതുക്കെ ചിരിച്ചു. ശ്രീലക്ഷ്മി, അവൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. പിന്നീട് അങ്ങോട്ട് അഭിച്ചേട്ടൻ ഫുൾ ഫോമിലായിരുന്നു. അമ്മയോട് വിശേഷങ്ങൾ ചോദിക്കുന്നു, അച്ഛനോട് രാഷ്ട്രീയ ചർച്ച നടത്തുന്നു. എല്ലാം ശ്രീയുടെ കണ്ണിലും നല്ല വിളയാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വൈകുന്നേരം എല്ലാവരും കൂടി മുറ്റത്ത് നിൽക്കുമ്പോൾ അഭിച്ചേട്ടൻ പതുക്കെ ശ്രീയുടെ അടുത്തേക്ക് നീങ്ങി. ശ്രീ +2 ഏതാ ഗ്രൂപ്പ്? കൊമേഴ്സ് ആയിട്ടാ. ആണോ? എന്നാ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. നിനക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ചേട്ടൻ BCom സ്റ്റുഡന്റ് അല്ലേ? അഭിച്ചേട്ടൻ തന്റെ പാണ്ഡിത്യം പുറത്തെടുത്തു. ഇത് കണ്ടെന്ന് അനിച്ചേട്ടൻ മാധവിനോട് പറഞ്ഞു. നോക്കടാ, ആ മുത്തശ്ശി മരത്തെയൊക്കെ മറന്നു. ഇപ്പൊ കൊമേഴ്സ് ട്യൂഷൻ തുടങ്ങാനുള്ള പ്ലാനില്ല. എല്ലാവരും പോകാനിറങ്ങിയപ്പോൾ അഭിച്ചേട്ടൻ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു. ലച്ചു, നിന്റെ അനിയത്തി കൊള്ളാട്ടോ. ആള് ഭയങ്കര ക്യൂട്ടാ.
അഭിച്ചേട്ടാ, അവൾക്ക് പരീക്ഷ വരാൻ പോവാം. ഇപ്പൊ പ്രേമിക്കാൻ നടന്നാലേ അമ്മ നിങ്ങളെ ചൂലെടുത്ത് അടിക്കും. ഞാൻ മുന്നറിയിപ്പ് കൊടുത്തു. അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം എന്നും പറഞ്ഞ ആളൊരു കള്ളച്ചിരിയുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന പോകിൽ സ്ത്രീയെ നോക്കി കൈവീശാനും ആൾ മറന്നില്ല. സ്ത്രീയും തിരിച്ചൊന്ന് ചിരിച്ചു. വർഷങ്ങൾക്ക് ശേഷം കോളേജ് ജീവിതം അവസാനിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അവരവരുടെ ജീവിത തിരക്കിലേക്ക് മാറിയെങ്കിലും ഇന്നും ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ആ പഴയ സൗഹൃദമാണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി വീണ്ടും ഒത്തുകൂടുകയാണ്. ഇന്ന് എന്നെയും കണ്ണേട്ടനെയും പുതിയ വീടിന്റെ പാലുകാച്ചിൽ ചടങ്ങാണ് നിമിത്തം. മുറ്റത്തെ പന്തലിൽ 10 പേര് ഇരിക്കുന്നുണ്ടപ്പോൾ പഴയ കോളേജ് കാലം ഓർമ്മ വന്നു. കിച്ചുവും ദേവും അവരാദ്യം തന്നെ വിവാഹിതരായി. കിച്ചു ഇപ്പോൾ ഒരു ബാങ്ക് മാനേജറാണ്. ദേവ് ഒരു സ്കൂൾ ടീച്ചറും. അവൾക്കിപ്പോൾ അച്ചു എന്ന പേരിൽ ഒരു കുസൃതി കുട്ടനുണ്ട്. ആഷിയും അമ്മുവും. ആഷി ഇപ്പോൾ ഒരു കൊറിയോഗ്രാഫറാണ്. അമ്മ കൂടെ തന്നെയുണ്ട്. അവരൊരു ഡാൻസ് സ്കൂൾ നടത്തുകയാണ്. അവരുടെ ജീവിതം ഇന്നും ആ പഴയ ഫ്രഷേഴ്സ് ഡേയിലെ പോലെ സംഗീതമയമാണ്. അനിയും പാറുവും. അനി വിദേശത്താണ്, പാറുവും കൂടെയുണ്ട്. അവർ നാട്ടിൽ വരുമ്പോഴേക്കും ഞങ്ങളുടെ ഈ ഒത്തുചേരൽ വലിയൊരു ആഘോഷമാവാറുണ്ട്. അബിയും ശ്രീയും. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ഇവരാണ്. ശ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അബി അവളെ വീട്ടിൽ വന്ന് ചോദിച്ചു. അമ്മ ആദ്യം ഒന്ന് എതിർത്തെങ്കിലും അബിയുടെ ആത്മാർത്ഥത കണ്ട് സമ്മതിച്ചു. ഇപ്പൊ രണ്ടുപേരും കൂടി ഒരു ബിസിനസ് നോക്കി നടത്തുന്നു. ശ്രീ ഇപ്പോഴും പഴയതുപോലെ തന്നെ അബി പറയുന്ന പൊട്ടത്തരം കേട്ട് നടക്കുന്നു. 5 മാധവരും ഞാനും. ആ കലിപ്പൻ ചേട്ടൻ ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട കണ്ണേട്ടനാണ്. ദേഷ്യം ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ അത് എന്നെ കാണുമ്പോഴേക്ക് അലിഞ്ഞു പോകും. കണ്ണേട്ടൻ ഇപ്പോൾ ബിസിനസ് നോക്കി നടത്തുക. ഞാൻ സ്വന്തമായിട്ട് കാഫേ നടത്തിക്കൊണ്ട് പോകുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കോളേജിലെ പഴയ മുത്തശ്ശിമാരത്തിന്റെ ചുവട്ടിലിരുന്നു. ഓർക്കുന്നുണ്ടോ അന്ന് ലച്ചുവിനെ കണ്ണൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അടിച്ച ആ ദിവസം? അനിച്ചേട്ടൻ പഴയ കാര്യം കൊത്തിപ്പോക്കി. അതുകൊണ്ടല്ലേടാ ഇന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. മാധവ് ചിരിച്ചുകൊണ്ട് എന്റെ തോൾ ചേർത്ത് പിടിച്ചു. സത്യത്തിൽ ആടി കൊണ്ട ലച്ചുവിനല്ല, നമ്മളെല്ലാവർക്കും കൂടിയായിരുന്നു. ആ ഒറ്റ അടിയില്ല നമ്മുടെ ഈ വലിയ സൗഹൃദം ഉണ്ടായത്. അഭിച്ചേട്ടൻ ഫിലോസഫി വിളമ്പി. അപ്പോഴാണ് വൈശാഖിന്റെ കാര്യം ആരോ ഓർമ്മിച്ചത്. അവൻ പോയിട്ട് പിന്നെ നാട്ടിലേക്ക് വന്നിട്ടില്ല. അവനുള്ള പഴയ ദേഷ്യമൊന്നും ഇപ്പോൾ ആർക്കുമില്ല. കാരണം അവൻ വന്നുകൊണ്ടല്ലേ മാധവ് അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ്. സന്ധ്യയായപ്പോൾ എല്ലാവരും പിരിയാൻ റെഡിയായി. പരസ്പരം കെട്ടിപ്പിടിച്ചും കൈ കൊടുത്ത് അവർ യാത്ര പറഞ്ഞു. ഗേറ്റ് വരെ അവരെ ആക്കി തിരികെ വരുമ്പോൾ മാധവ് ചോദിച്ചു, എന്താ ലച്ചു ഒരു ആലോചന? ഒന്നില്ല കണ്ണേട്ടാ, ആ പഴയ തണുപ്പുള്ള പ്രഭാതത്തിൽ രാവിലെ അമ്മേന്റെ മുഖത്തേക്ക് ഒഴിച്ച് ആ വെള്ളം ശരിക്കൊരു സുനാമി തന്നെ ആയിരുന്നു. പക്ഷെ അത് അവസാനിച്ച് ഇത്രയും മനോഹരമായി തീർത്താവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഞാൻ അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. നിലാവിൽ ഞങ്ങളുടെ വീട് തിളങ്ങുന്നുണ്ടായിരുന്നു. ആകാശത്തെ നക്ഷത്രങ്ങളെപ്പോലെ ഞങ്ങളുടെ സൗഹൃദവും പ്രണയവും എന്നും തെളിഞ്ഞു നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.